സഖാവ് എം ലോറൻസ് ഓർമ്മയെ ലോറൻസ് ചേട്ടനെക്കുറിച്ച് പാർട്ടിക്കാരും അല്ലാത്തവരുമായ ഒരുപാട് പേർ അവരുടെ ഓർമ്മകൾ പല വേദികളിലായിട്ട് പങ്കുവച്ച് കഴിഞ്ഞു. ഞാൻ തികച്ചും വ്യക്തിപരമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ എനിക്ക് വളരെ കാലമായിട്ട് അടുത്തറിയാം. കുട്ടിക്കാലം മുതൽക്ക് സഖാവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പിതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. പി ഗംഗാധരൻ്റെയും എം ലോറൻസിൻ്റെയും ഒക്കെ അടുപ്പക്കാരനായിരുന്നു. പി ഗംഗാധരനായിരുന്നു സത്യത്തിൽ ഈ പാർട്ടി പിളർന്നപ്പോൾ പാർട്ടി കേഡർമാരെ പലരെയും പാർട്ടിയിൽ ഉറപ്പിച്ച് നിർത്തിയത്. പിളർപ്പിൻ്റെ കാലത്ത് എം ഗോവിന്ദനാരും മറ്റുമൊക്കെ ആളുകളെ സി പി ഐയിൽ ചേർക്കാൻ സി പി ഐയിൽ ഉറപ്പിച്ച് നിർത്താൻ ശ്രമിച്ചപ്പോൾ സഖാവ് AKG ആണ് എറണാകുളം ജില്ലയിൽ ഒരു രക്ഷാദൗത്യവുമായിട്ട് വന്നത്. അന്നത്തെ ഏറ്റവും വലിയ സംഘാടകൻ പി ഗംഗാധരനായിരുന്നു. അതോടൊപ്പം തന്നെ ലോറൻസ് ഉണ്ടായിരുന്നു. പാർട്ടി പിളർന്ന സമയത്ത് ഏത് ഭാഗത്ത് നിൽക്കണമെന്നറിയാതെ പ്രവർത്തകർ വിഷമിച്ച കാലത്ത്, വ്യക്തതയില്ലാത്ത കാലത്ത് ഈ ദൗത്യം ഏറ്റെടുത്തതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ലോറൻസ്, മറ്റൊരാളായിരുന്നു ബാലാനന്ദൻ. ഇവരൊക്കെയാണ് CPM ആളുകളെ ഉറപ്പിച്ചു നിർത്തിയത്. പാർട്ടി എന്തിനു വേണ്ടി പിളരുന്നു, എന്താണ് അതിൻ്റെ പുറകിലുള്ള സൗന്ദര്യശാസ്ത്രം, തർക്കശാസ്ത്രം, ദേശീയവും അന്തർദേശീയവും പ്രാദേശികവുമായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊന്നും സാധാരണക്കാരായ പ്രവർത്തകർക്ക് അറിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രബലനായ നേതാവ് ആളുകളെ അവരുടെ ഭാഗത്ത് ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം AKG ആണ് ആ ദൗത്യം ഏറ്റെടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് കൂടെ പ്രവർത്തിച്ചവരാണ് പി ഗംഗാധരനും ഈ ബാലാനന്ദനും, അതുപോലെ സഖാവ് ലോറൻസ് ചേട്ടൻ എറണാകുളം നഗരത്തോട് ചേർന്ന് മുളവുകാട് എന്ന സ്ഥലത്ത് ജനിച്ച് വളർന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ എബ്രഹാം മാടമാക്കൽ പ്രമുഖ കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. ലോറൻസ് ചേട്ടൻ്റെ അനുജൻ M മാത്യു എനിക്ക് വളരെ സ്നേഹമുണ്ടായിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായിരുന്നു, അഭിഭാഷകനായിരുന്നു. അദ്ദേഹം മരിച്ചു. ലോറൻസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം ഈ എടപ്പള്ളി സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയായിരുന്നു. പലതവണ പോലീസിൻ്റെ മർദ്ദനവും അറസ്റ്റും ജയിൽവാസമൊക്കെ അനുഭവിച്ച ആളാണ്. ഏത് സമയത്തും അദ്ദേഹം ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം ഉറച്ചു നിന്ന ആളാണ്. കടുത്ത പീഡനങ്ങൾക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായുണ്ടായ പരാജയങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ദുഃഖകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതൊക്കെ അടുത്തു നിന്നും അകലെ നിന്നും കാണാൻ അവസരമുണ്ടായ ആളാണ് ഞാൻ. അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ, ഇളയ മകൻ അബി എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. മകൾ ആശയും എനിക്ക് വളരെ അടുപ്പമുള്ള സ്നേഹമുള്ള ഒരു സഹോദരിയാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ സജീവനെയും എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹം ഹൈക്കോടതിയിൽ അഭിഭാഷകനാണ്, കുറച്ച് സീനിയറാണെന്ന് മാത്രം. അങ്ങനെ ലോറൻസ് ചേട്ടനായിട്ട് കുടുംബപരമായിട്ടും വ്യക്തിപരമായിട്ടും അടുപ്പമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഏത് സമയത്തും ഈ പാർട്ടിയെ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ അതിൻ്റെ പരിപാടിക്ക് വേണ്ടി കടുംപിടുത്തം പിടിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് അല്പം അകലം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പഴയ മാതൃകയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. ഇപ്പോഴത്തെ മാതൃക എന്ന് വെച്ചാൽ ഇതിങ്ങനെയൊന്നുമല്ല, വേറെ രീതിയിലാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ചരമം, അകാലം എന്ന് പറയാൻ പറ്റുകയില്ല, പ്രായമായി. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് പലവിധ രോഗങ്ങൾ അലട്ടുന്നുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു മുക്തിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ വേദനകളിൽ നിന്ന്, യാതനയിൽ നിന്ന്, കുടുംബപരമായ പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം വേർപെട്ടു. അദ്ദേഹത്തിൻ്റെ സ്മരണ ദീപ്തമായി പാർട്ടിയെയും പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ ടെലിവിഷൻ ചർച്ചയിലൊക്കെ അദ്ദേഹവുമായിട്ട് വഴക്കിടാനുള്ള നിർഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു തവണ ഭയങ്കരമായി കോപിച്ചത് ഞാൻ ഓർക്കും. പിന്നീട് കുറച്ച് നാളത്തേക്ക് അദ്ദേഹം നേരിട്ട് കാണുമ്പോഴും ആ രീതിയിലുള്ള ഒരു കാലുഷ്യം പ്രകടിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നീട് അദ്ദേഹം അത് മറന്നു. പഴയകാല സഹപ്രവർത്തകൻ്റെ മകൻ എന്ന പരിഗണന എനിക്ക് നൽകുകയുണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ലോറൻസ് ചേട്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ എക്കാലവും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ലോറൻസിനെ കുറിച്ച് എഴുതിയ കവിത ഇത് പറയുന്ന സമയത്ത് എൻ്റെ മനോമുഖരത്തിലുണ്ടാകും. തോട്ടിപ്പണിക്കാരെ സംഘടിപ്പിച്ച ലോറൻസ് ചേട്ടൻ, സാധാരണക്കാരൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ലോറൻസ് ചേട്ടൻ, പലതവണ അറസ്റ്റും മർദ്ദനവും ഏറ്റ് അപ്പോഴും പാതറാതെ നിന്ന ലോറൻസ് ചേട്ടൻ,
അദ്ദേഹത്തിൻ്റെ സ്മരണ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ, അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം കരുതിക്കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.